ചർച്ച് ഒഫീഷ്യൽ ചർച്ച് ലിറ്റിൽ ഫോക്ക് പെന്തക്കോസ്റ്റ് ചർച്ച് ഈ ചർച്ചിന്റെ പാസ്റ്റർ തമ്പി പാസ്റ്റർ ജേക്കബ് തോമസ് അവർ അദ്ദേഹം ട്രീറ്റ്മെന്റിൽ ഹോസ്പിറ്റലിലായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ദുഃഖം ഓൺ ബിഹാഫ് ഓഫ് ഹിം ഞാനിവിടെ അറിയിക്കുകയാണ്. സ്തോത്രം. ഈ സഭ ഉൾപ്പെട്ട് നിൽക്കുന്ന IPFA ഇന്ത്യ പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിന്റെ ദുഃഖം അനുശോചനം ഞങ്ങൾ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കാം. പാസ്റ്റർ സാബു അവറുകൾ, തോമസ് അബ്രഹാം, പ്ലീസ് കം ഫോർവേഡ് ആൻഡ് പ്രേ. Take a moment to pray. We thank you, Jesus. We praise you, Heavenly Father. We love you. Lord, we thank you. We worship you. We bless your holy name, Lord Jesus. Praise you, Jesus. Glory to God. Hallelujah. Gracious Lord, Heavenly Father, we thank you for this morning time. Lord, we thank you for those who are here this morning, especially those who came from different parts of this country, those who are braved, those who are going through pain. We ask your comfort, your condolence to come upon them, Lord God. Lord, as we begin this section, this ongoing service here this morning, Lord, we ask your presence and your favor to be upon each one of us. We pray for those who are ministering this morning, those who are preaching from your word, those who are saying their testimonies. Lord, let your favor, your presence be with all of them, Lord God. I pray for these children and grandchildren, everyone, those who are related to her. We ask you to be with them. Give them grace to go through this difficult time, Lord God. As we read, yea, though we walk through the valley of the shadow of death, I'll fear no evil, for you are with me. Your rod and your staff, they comfort me. You prepare a table before me in the presence of my enemies, and you anoint my head with oil. Lord, we thank you. You are always there. When we go through the valley of the shadow of death, you are there. Your presence is there to help us, to comfort us, Lord God. We commit the entire service into thy hand, and we ask you to take complete control. We ask you to be the leader. We ask you to have each one of us, Lord. We ask your presence to be upon all the programs, Lord. We thank you again. We love you. Take the glory and the honor. In Jesus' precious name we pray. Amen. നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുന്ന, സമാധാനം നൽകുന്ന, പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദിവസദാനമായിരിക്കാം. Let us be in the presence of God with a great prayerful attitude. Let's pray to God that the Lord may fill our heart with joy and hope and peace. This is the time the choir will come forward and sing a song, and that is a time that dear ones, please take moment and opportunity to be dear mother. Praise God. പാട്ടുപാടുന്നതായ സമയത്ത് വ്യൂവിന്റെ സമയമാണ്. choir will come forward.
കർത്താവിൽ വീണ്ടും ജനിച്ച് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് കർത്താവിന് വേണ്ടി ജീവിച്ച് കർത്താവിനോട് ചേർക്കപ്പെട്ടതായ പ്രിയ അമ്മച്ചിയുടെ ഹോം ഗോയിങ് സർവീസിനോടനുബന്ധിച്ച് ഇവിടെ നമുക്ക് ഒന്നിച്ച് കൂടുവാൻ ദൈവം ഒരു അവസരം ഒരുക്കി. ഈ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയോടനുബന്ധിച്ച് ഈ ചുറ്റുപാടുകളിൽ നിന്ന്, ഈ സ്റ്റേറ്റിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് അനേകരെ കടന്നു വന്നിട്ടുണ്ട്. അമ്മച്ചിയോടുള്ള സ്നേഹം, അമ്മച്ചിയോടുള്ള ബഹുമാനം, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസന്മാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് ശുശ്രൂഷകൾ ചെയ്യുവാൻ. അമ്മച്ചിയുടെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, അമ്മച്ചിയുടെ റിലേറ്റീവ്സായിട്ട് അനേകർ കടന്നു വന്നിട്ടുണ്ട്. അമ്മച്ചി കൂടി നടന്നതായ ലിറ്റിൽ ഫ്ലോക്ക് പെന്റിക്കോസ്റ്റൽ ചർച്ചിന്റെ വിശ്വാസികൾ കടന്നു വന്നിട്ടുണ്ട്. ഫ്രണ്ട്സായിട്ട് അനേകർ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള ഓരോ നിമിഷങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവിക സമാധാനം അനുഭവിപ്പാൻ നമുക്കെല്ലാവർക്കും ഇടയായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. 90-ാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ അനാദിയായി ശാശ്വതമായി ദൈവമാകുന്നു. നീ മർത്തനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് മരളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും എന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. പ്രിയ അമ്മച്ചി വൈറ്റ് പ്ലേസിൽ താമസിക്കുമ്പോഴും ബ്രോൺസ്ബർഗ് ഗോസ്പൽ അസംബ്ലിയിൽ അവിടെ ആരാധനയ്ക്ക് കടന്നു വരുമായിരുന്നു. അമ്മച്ചിക്ക് അവിടെ വരുമ്പോഴും അന്ന് എല്ലാ ആഴ്ചയും സാക്ഷി പറയാനുള്ള അവസരം ഞങ്ങളുടെ സഭയിൽ എല്ലാവർക്കും ഇല്ല. എന്ന് അമ്മച്ചി പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് എല്ലാ ആഴ്ചയും സാക്ഷി പറയണം. ഒരു പാട്ട് പാടി അമ്മച്ചി സന്തോഷകരമായിട്ട് സാക്ഷി പറഞ്ഞു ഇരിക്കുന്ന അവസരം ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആ വലിയ പ്രത്യാശ ചർച്ചിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ഉണ്ടായാലും അമ്മച്ചി പറയും, മക്കളടിക്കെ പോയി ഞാൻ ഭക്ഷണം കഴിക്കുന്നുള്ളൂ, അവിടെ പോയി കഴിക്കുകയുള്ളൂ, ചർച്ചിൽ ഭക്ഷണത്തിന് പോലും നിൽക്കില്ല. വളരെ സന്തോഷമായി ദൈവത്തിൽ പ്രത്യാശ വെച്ചു. ഞാൻ ഓർക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായാൽ 80. എന്നാൽ ആദിയിൽ അതങ്ങനെ